കർത്താവിനെ പറ്റി കൂടുതൽ ബോധ്യങ്ങളിലേക്ക് ശിഷ്യന്മാർ എത്തിച്ചേരുന്നു. ഇത് വിശുദ്ധ ബൈബിൾ സമകാലിക വിവർത്തനം എന്ന് പറയുന്ന തർജ്ജിമയിൽ നിന്ന് വിശുദ്ധ ബൈബിൾ സമകാലിക വിവർത്തനം എന്ന തർജ്ജിമയിൽ നിന്ന് വായിക്കട്ടെ. 29 മുതൽ. അപ്പോൾ അങ്ങ് അലങ്കാരികമായിട്ടല്ല സ്പഷ്ടമായി തന്നെ സംസാരിക്കുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. അങ്ങ് സർവജ്ഞാനിയാണെന്നും അങ്ങയോട് ആരും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനവൻ്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്കാവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്ക് നീ സകലവും അറിയുന്നു എന്ന് 30-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആധുനിക വിവർത്തനത്തിൽ മനോഹരമായി പറഞ്ഞിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ്: അങ്ങ് സർവജ്ഞാനിയാണെന്നും അങ്ങയോട് ആരും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേക നാൾ കർത്താവിൻ്റെ കൂടെ നടന്ന് അത്ഭുത പ്രവർത്തികൾ കണ്ടെങ്കിലും കർത്താവ് സർവജ്ഞാനിയായ ദൈവമാണെന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അപ്പോൾ കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ടെങ്കിലും കർത്താവിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ചൊരു ബോധ്യം അവർക്ക് ഇല്ലായിരുന്നു. യേശു ക്രിസ്തു സർവജ്ഞാനിയായ ദൈവം. ഈ ബോധ്യം നമുക്ക് വർദ്ധിച്ചു വരട്ടെ. അവൻ സമുദ്രത്തിലൂടെ ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ഊളിയിട്ട് ഓടി നടക്കുമ്പോൾ അതിലൊരു മത്സ്യത്തിൻ്റെ വയറ്റിൽ ചതുർദ്രഹ്മപ്പണം ഇരിക്കുന്നത് കരയിൽ നിന്നുകൊണ്ട് വിവേചിച്ചവനായ യേശു സർവജ്ഞാനിയാണെന്ന് അറിയേണ്ടതല്ലേ? ശമരിയ സ്ത്രീയുടെ 5 വിവാഹങ്ങളെപ്പറ്റി ഡീറ്റെയിലായിട്ട് പറഞ്ഞപ്പോൾ അവൻ സർവജ്ഞാനിയാണെന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? തിരുവഴുത്തിലൂടെ സഞ്ചരിച്ചാൽ അവന് എല്ലാം അറിയാം. എന്നാൽ അതിൻ്റെ വ്യക്തമായ ബോധ്യം ശിഷ്യന്മാർക്ക് ലഭിച്ചത് ആത്മീക വളർച്ചയിലൂടെ വന്നപ്പോഴാണ്. കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവ് പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ഏതാണ്ട് ബോധ്യം വന്നു. കർത്താവേ, നീ സർവജ്ഞാനിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെ ഒന്നുകൂടെ അറിയാനും ഒന്നുകൂടെ അടുത്തറിയാനും ഒന്നുകൂടെ വിശ്വസിക്കാനും ഞങ്ങൾക്ക് കൃപ വേണം. ആമേൻ.